നമ്മൾ സൂറത്തുൽ ഖലമിൽ പറഞ്ഞില്ലേ എന്ത്, ഈ പിന്നെ ഒത്തുല്ലിം ബാദദാലിക സനീം അൻ കാനദാ മാലി വബനീൻ, മാലും സന്തതിയും ഉള്ളതിനാലാണ് എന്ത് ചെയ്യണത്, വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് അസാത്തീറുൽ അവ്വലീൻ, ഇത് പൂർവികരുടെ കെട്ടുകഥകളാണ്, ഇതിഹാസമാണ് എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? അപ്പം നിഷേധം, ഖുർആനെ നിഷേധിക്കാൻ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് പറഞ്ഞ്, വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് അസാത്തീറുൽ അവ്വലീൻ എന്ന് പറഞ്ഞു. അതിനൊക്കെ എന്താ, അൻകാനത മാലിൻ വബനൂൻ എന്നുള്ളതാണ്, വബനീൻ. അപ്പോൾ ഈ ഒരു പിന്നെ സ്വത്തിൻ്റെ വിഷയത്തിൽ, ശക്തിയുടെ വിഷയത്തിൽ അവരുടെ നിഗളിപ്പ്, അതിനെക്കുറിച്ചുള്ളതായ അവരുടെ ആ വർത്തമാനം അല്ല, അത് ഗുറൂറാണ് എന്നുള്ളത് പറയണം. അത് ഗുറൂറാണ്. അത് അവരുടെ മാത്രം വിഷയമല്ല. പിന്നെയോ ഇനിൽ കാഫിറുൻ, എല്ലാ കാഫിറിൻ്റെയും സത്യനിഷേധിയുടെയും അവസ്ഥയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് ഇവിടെ ഉണർത്തുന്നത്. ഗുറൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഈ ഭാഷാ കൃതികൾ, തഫ്സീറുകൾ ഈ ഒരു ഗുറൂർ എന്നുള്ള സ്വഭാവം, നമ്മളതിന് ഗുറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചന, ചതി എന്ന് പറയും. ശരി, യഥാർത്ഥത്തിൽ പിന്നെ അതിൻ്റെ ഒരു നിർവചനം ഇതാണ്: വിവരക്കേടിനാൽ, ദുശ്ശാഠ്യത്താൽ, നിഷേധത്താൽ സത്യത്തെ തമസ്കരിക്കുന്ന, തള്ളുന്ന ഒരു മാനസികാവസ്ഥ. അതാണ് ഗുറൂർ. എല്ലാ കുഫറിൻ്റെ വാക്താവും ആ ഒരു പ്രത്യേകതയിലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അത് ശരിക്കും നമ്മൾ മനസ്സിലായില്ലേ? സത്യത്തിന് നേരെ പുറംതിരിയുന്ന, സത്യത്തെ തമസ്കരിക്കുന്ന എല്ലാ അവിശ്വാസികളും ഇത് കാണും. ഈ ഒരു അവസ്ഥ കാണും. ഗുറൂറിനെ നമുക്ക് കാണാം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂൻ ഇല്ലാ ഫി ഗുറൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു ജൽപ്പനത്തെ എന്ത് ചെയ്യാണ്? തൃണവൽക്കരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരു പരിഗണിക്കാതിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് സ്വത്തുണ്ട്, ഞങ്ങൾക്ക് സന്തതിയുണ്ട് എന്നുള്ള അവരുടെ ഒരു അവകാശവാദത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുകയാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും, അങ്ങനെ സ്വത്തിനാൽ, സന്തതികളാൽ നിങ്ങൾക്ക് സഹായകമായി വരുന്ന ആ ഒരു ജുന്ത് എന്ന് പറയാൻ ഇവിടെ സൈന്യം എന്നാണ് പറയുന്നത്. മനസ്സിലെ? അത് പറയാൻ കാരണം ഇവർ യുദ്ധക്കൊതിയന്മാരാണ്. മനസ്സിലെ? എല്ലാ വിഷയങ്ങളിലും എടുത്തുചാട്ടാണ്, സൈനികമായിട്ടുള്ള എടുത്തുചാട്ടം. മനസ്സിലെ? അവർ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുത്തിരുന്നില്ല. സ്വത്ത് ആർക്കായിരുന്നു? അനന്തരം പുരുഷന്മാർക്കായിരുന്നു. കാരണം എന്താ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കാതെ പുരുഷന്മാർക്ക് സ്വത്ത് കൊടുത്തിരുന്നത്? അവരുടെ വാദം പുരുഷന്മാരാണ് യുദ്ധം ചെയ്യുന്നത്, പുരുഷന്മാരാണ് സമരത്തിനിറങ്ങുന്നത്, പുരുഷന്മാരാണ് യോദ്ധാക്കൾ. അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വത്തില്ല, സ്വത്ത് യോദ്ധാക്കളായവർക്കാണ് എന്നായിരുന്നു അവരുടെ ജൽപ്പന. അപ്പോൾ ഒക്കെ ഈ ഏറ്റുമുട്ടലിൽ, സംഘട്ടനത്തിൽ, അതിലൂടെ അതാണ് നേരിയ വികാര പ്രകടനം എവിടെയെങ്കിലും ഉണ്ടായാൽ മതി, അത് യുദ്ധത്തിൽ കലാശിക്കും. അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, അതായിരുന്നു അറബികളുടെ പതിവ്. അതുകൊണ്ടാണ് നമ്മൾ കുറേ അയ്യാമുൽ അറബ് എന്ന് പറയും. അയ്യാമുൽ അറബ് എന്താ? അറബികളുടെ യുദ്ധ വിജയ പരാജയങ്ങളുടെ നാളുകൾ എന്നാണ്. യുദ്ധ വിജയ പരാജയങ്ങളുടെ നാളുകളാണ്. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ, ആ പ്രബോധനത്തിന് നേരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന് നേരെയും ഇങ്ങനെ ഒരു നിലപാട്, അതായത് ഞങ്ങൾക്ക് കായിക ബലമുണ്ട്, ഞങ്ങൾക്ക് ആൾബലമുണ്ട് എന്ന ഒരു നിലപാടെടുത്തിരുന്നു. അങ്ങനെ പ്രബോധനത്തെ, ദഅവത്തിനെ എതിരിട്ടിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ പിന്നെ ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. അത് ഈ ഒരു മക്കയിലെ കുഫാറിൻ്റെ മാത്രം ഒരു വിഷയമല്ല, മൊത്തം കുഫാറിൻ്റെ വിഷയമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്.